അപ്പോൾ ഗായ്സ് നമ്മളെ മിവിയുടെ മിവിയുടെ ബ്ലൂടൂത്ത് സ്പീക്കർ നമ്മൾ യൂറോപ്യൻ ക്ലോസറ്റിൽ നമുക്ക് സ്പ്ലാഷ് പ്രൂഫ് ചെയ്ത് നോക്കാം. വൺസ് അഗെയിൻ വൺ മോർ വീഡിയോ ഫ്രം ആൻഡ് ആൾസോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ യൂട്യൂബ്. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്തിനെക്കുറിച്ചാണ് ചോദിച്ചാൽ, നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന പോലെ തന്നെ മിവിയുടെ ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. ഞാനിത് വന്നത് ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഓപ്പൺ ചെയ്ത് നോക്കി. നല്ല രീതിയിൽ തന്നെ ക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാം കിട്ടുന്നുണ്ട്. കാരണം അത് ബഡ്ജറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ വെറും 800 രൂപ, 799 എന്നൂറ് ഒരു ബഡ്ജറ്റിലാണ് ഇറക്കിയിരിക്കുന്നത്. കാരണം ഇത് എല്ലാവരും നല്ല രീതിയിൽ തന്നെ റിവ്യൂവും കാര്യങ്ങളും ഇൻസ്റ്റാഗ്രാമിൽ എല്ലാവിടെയും പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണണം. സൂപ്പർ. ഇതിൽ കളർ വേരിയബിൾ ഏകദേശം 7ഓളം കളർ വേരിയബിൾ അങ്ങനെ വരുന്നുണ്ട്, 7-8 വരുന്നുണ്ട്. കൂടുതൽ കളർ വേരിയബിളായിട്ട് ഞാൻ കണ്ടത് ബ്ലൂടൂത്ത് സ്പീക്കർ ഇതാണ്, അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്. അപ്പോൾ നമ്മൾ കൂടുതൽ പറഞ്ഞ് വെറുപ്പിക്കാനൊന്നും നിൽക്കില്ല. നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടവർ ചാനൽ മറക്കാണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് ആൾസോ കമൻറ്റ് ബിലോ നിങ്ങൾക്ക് ഏത് ടൈപ്പിലുള്ള വീഡിയോസ് ഉണ്ട്. അപ്പോൾ കൂടുതൽ പറഞ്ഞ് വെറുപ്പിക്കില്ല. നമുക്ക് ലെറ്റ്സ് ഗോ, നമുക്ക് അൺബോക്സിങ്ങിലേക്ക് പോവാം. ആൻഡ് ഗായ്സ്, നമ്മൾ അൺബോക്സിങ് ചെയ്യാൻ പോവാണ് മിവിയുടെ ഒരു പുഷ് ദ ലിമിറ്റ്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ബോക്സിൽ. മിവി പ്ലേ ബ്ലൂടൂത്ത് സ്പീക്കർ എന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഞാനിപ്പോൾ അൺബോക്സ് ചെയ്ത് ഉള്ളിൽ നിന്ന് എടുത്തിട്ട് കാണിക്കാം. ഞങ്ങൾ ബുക്ക് ചെയ്ത് കൊണ്ട് ഒരു ഓറഞ്ച് കളറാണ് ഞങ്ങൾ ബുക്ക് ചെയ്ത്. അപ്പോൾ അത് കിട്ടിയിട്ടുണ്ട്, കയ്യിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു കവറ്, പിന്നെ ഇതിൽ വേറെ എന്തൊക്കെ കിട്ടുന്നുണ്ട് നോക്കിയാൽ നമ്മൾക്ക് OTG കേബിളും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ചാർജിങ് OTG കേബിൾ കിട്ടുന്നുണ്ട് കേട്ടോ. അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. അതിനോടൊപ്പം തന്നെ ചാർജ് ചെയ്യേണ്ടതും കിട്ടുന്നുണ്ട്. OTG കേബിളും ചാർജ് ചെയ്യേണ്ടതും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതായി. ഇനി നമ്മൾക്ക് ഇത് കിട്ടുക എന്താ പറയുക, നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കർ ഞങ്ങൾ ബുക്ക് ചെയ്ത് ഓറഞ്ചാണ്. അപ്പോൾ ഇതിൻ്റെ സ്പെക്കും കാര്യങ്ങളിലൊക്കെ നമുക്ക് നോക്കാം. പിന്നെ ഇതിൽ ബോക്സിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. നമുക്ക് വേറെ വന്നിട്ട് അവരുടെ ഒരു ഗൈഡ് ബുക്കാണ്. പിന്നെ 2 കാർഡുണ്ട്. കാർഡ് കാര്യമൊന്നുമില്ല. ഇത് വാറണ്ടി കാർഡാണ് കേട്ടോ. ഇതൊരു വെൽക്കം ടു ദ ക്രൂ എന്നിട്ട് എഴുതിയിട്ടുണ്ട്. മിവിയുടെ ഫൗണ്ടർ. അതുപോലെ തന്നെ വേറെ എന്താ, ടേക്ക് എ ഫോട്ടോ ഓഫ് യുവർ ഇൻവോയ്സ്, വാട്സപ്പ് ദ ഫോട്ടോ, രജിസ്റ്റർ യുവർ സെൽഫ് ഫോർ ദ മിവി വാറണ്ടി കവറേജ്. അപ്പോൾ ഇതിൽ എന്താ ചെയ്യേണ്ടത് ചോദിച്ചാൽ, നമ്മൾ ഈ സ്പീക്കറിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് അവരൊരു വാട്സപ്പ് നമ്പർ തന്നിട്ടുണ്ട്. നമ്പർ തന്നിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമ്മൾ അയച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ വാറണ്ടി 1 ഇയർ വാറണ്ടിയുടെ രജിസ്ട്രേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെറുതായിട്ട് കേട് അങ്ങനെ വന്ന് പറഞ്ഞാൽ നമുക്ക് നേരെ ആണെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ അയച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൂഫ് എടുത്തിട്ട് നമ്മളെ കൊണ്ട് കാണിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾക്ക് ഇനി എന്താ പറയുക നോക്കാം. ഇനി നമുക്ക് ഇതിൽ സ്പെക്കും കാര്യങ്ങളും ബ്ലൂടൂത്തായിട്ട് കണക്ട് ചെയ്തിട്ടൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ്, മിവിയുടെ 5 വാട്ടിൻ്റെ നമ്മൾ ബ്ലൂടൂത്ത് സ്പീക്കറാണ് മേടിച്ചിരിക്കുന്നത്. നിങ്ങളിപ്പോൾ കാണണം, ഞാൻ ഓറഞ്ചിലും ഒരു സിൽവറിൽ ഒരു എഴുത്ത് വരുന്നതാണ് ഞാൻ മിവിന്ന് അവിടെ എഴുതിയിട്ട് നിങ്ങളിപ്പോൾ കാണണം. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ്സ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു പ്രൈസ് മണി തന്നെയാണ്. കാരണം ഈ പ്രൈസ് മണിയിൽ ഇതുപോലൊരു ഡിസൈനിങ്ങിൽ കിട്ടുക പറഞ്ഞാൽ സൂപ്പർ. കാരണം ഒരു ഹാൻഡിൽ കംഫർട്ടബിളായി നിൽക്കുന്നത്, ഹാൻഡ് ഫ്രീ ആയിട്ട് കംഫർട്ടബിളായി നിൽക്കുന്ന ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണെന്ന് പറയാം. അപ്പോൾ ഇതിൽ ഞാൻ ആദ്യം വീഡിയോയിൽ 7 കളർ പറഞ്ഞു. 7 കളറില്ല, ഇതിൽ 6 കളർ മാത്രമേ കിട്ടുന്നുള്ളൂ. ബ്ലാക്ക്, ബ്ലൂ, ഗ്രീൻ ആൻഡ് ടോർക്കിസ് ആൻഡ് വൈറ്റ് എന്ന് പറയുന്ന ഒരു 6 കളറായിട്ടാണ് ഇത് കിട്ടുന്നത്, ഓറഞ്ചും. അപ്പോൾ ഇതിലെ പവർ സോഴ്സ് കൊണ്ട് നമ്മൾ ബാറ്ററി ലൈഫ് പറഞ്ഞിരിക്കണവർ ഏകദേശം 2 മണിക്കൂർ ചാർജ് ചെയ്തുകൊണ്ടാണ് നമ്മൾക്ക് 12 മണിക്കൂർ വരെ ബാറ്ററി ലൈഫ് കിട്ടുന്നത് അവർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ മേടിച്ചപ്പോൾ തന്നെ ഒരു 80% ചാർജിലാണ് കിട്ടിയത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ ഏകദേശം ഒരു 6 മണിക്കൂറോളം ആ 80% ചാർജ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല രീതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ ബ്ലൂടൂത്ത് വർക്ക് ചെയ്ത് നോക്കിയപ്പോൾ നല്ല രീതിയിൽ തന്നെ ചാർജ് നിൽക്കേണ്ടതെന്ന് എൻ്റെ ഒരു ഇത്. പിന്നെ ഇതിൽ ബ്ലൂടൂത്ത് വേർഷൻ 5 ആണ്. അതുപോലെ തന്നെ വയർലെസ് റേഞ്ച് ഒരു 10 മീറ്റർ വരെ നമ്മൾക്ക് റേഞ്ച് കിട്ടുമെന്ന് പറയാം. പിന്നെ ഇതിൽ വയർലെസ് മ്യൂസിക് സ്ട്രീമിംഗ് ബ്ലൂടൂത്ത് ഉണ്ട്. പിന്നെ നമുക്ക് 2 ബ്ലൂടൂത്ത് സ്പീക്കറായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾക്കിതിൽ പാട്ട് വെക്കാനും പറയുന്നുണ്ട്. പിന്നെ അവർ സ്റ്റീരിയോ മെയ്ഡ് ഫോർ ഡബിൾ ഫൺ എന്ന്, അതാണ് ഞാൻ പറഞ്ഞത്, 2 ബ്ലൂടൂത്ത് ആക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്സ് അവർ പറഞ്ഞിരിക്കുന്നത് സ്പ്ലാഷ് പ്രൂഫാണ്. കാരണം നമ്മളിപ്പോൾ ഒരു മഴയത്ത് ഒരുപക്ഷെ അറിയാതെ ഇങ്ങനെ മഴത്തുള്ളികളൊക്കെ വീണാലും വലുതായിട്ട് പ്രശ്നം വരുമൊന്നുമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾക്ക് എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. ഇനി നിങ്ങൾക്ക് ഓൺ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിക്കണം എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ബ്ലൂടൂത്ത് ഇവിടെ ഓൺ ചെയ്യുന്ന ഒരു ശബ്ദം. അപ്പോൾ ഗൈസ്, ഈ കാണുന്ന ബട്ടനാണ് ഓൺ ബട്ടൺ. അപ്പോൾ ഞാൻ ഓണാക്കി കാണിച്ചു തരാം. പവർ ഓൺ എന്ന് നിങ്ങളിപ്പോൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ ഓക്സ് കേബിൾ കുത്തേണ്ട ഒരു സ്പേസും അതുപോലെ തന്നെ ചാർജ് ചെയ്യേണ്ട ഒരു സ്പേസും ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഹാങ്ങിങ് ആയിട്ട് ഈ കാണുന്ന നിങ്ങൾ ബ്ലൂ കളറിൽ കാണുന്ന ഹാങ്ങിങ് നമ്മളിപ്പോൾ എവിടെയെങ്കിലും തൂക്കിയിട്ട് ഓടണമെങ്കിൽ തൂക്കിക്കൊണ്ടൊക്കെ ഓടാം. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞ പോലെ തന്നെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് നമ്മൾക്ക് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ എൻ്റെ മൊബൈലിലെ ബ്ലൂടൂത്ത് ഓണാക്കട്ടെ. മൊബൈലിലെ ബ്ലൂടൂത്ത് ഓണാക്കി വെച്ചിട്ടുണ്ടോ, ഓണാക്കിയപ്പോൾ ഇവിടെ തന്നെ കാണട്ടെ. ഞാൻ ഒരിക്കൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കണക്ട് ചെയ്യണമെങ്കിൽ ലോങ് പ്രസ് ചെയ്തിട്ട് പവർ ഓൺ ബട്ടണിൽ ലോങ് പ്രസ് ചെയ്താൽ നമ്മൾക്ക് കണക്റ്റിംഗ് ഓപ്ഷൻ കാണിക്കും. അപ്പോൾ മിവി പ്ലേ എന്ന് ഞാൻ കൊടുക്കുന്നുണ്ട്. പെയ്ഡ് ആയിട്ടുണ്ട്. ഇനി ഏതെങ്കിലും ഒരു പാട്ട് വെച്ച് നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം. പാട്ട് വെച്ച് കേൾപ്പിക്കുമ്പോൾ വേറൊരു കാര്യം എന്താ ചോദിച്ചാൽ, ഇതിൽ ഞങ്ങൾക്ക് കോപ്പിറൈറ്റ് വരാതിരിക്കാൻ പാട്ട് വേണം.
നമ്മൾ മ്യൂസിക് പ്ലേ ചെയ്ത് നോക്കുക. 2 അഡ്വർടൈസ്മെൻറ്റും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മ്യൂസിക് പ്ലേ ചെയ്ത് കാണിച്ചാൽ ഇപ്പോൾ സൗണ്ട് ഏകദേശം ഒരു മാക്സിമം ലെവലിലാണ് സൗണ്ട്. ഇനി സൗണ്ട് നമ്മൾക്ക് കൂട്ടി നോക്കുക. സൗണ്ട് കുറച്ച് നോക്കുക. നമ്മൾക്ക് നോക്കാം. സൗണ്ട് ഇപ്പോൾ ഒരു മാക്സിമം ലെവലിലാണ്. ഇനി സൗണ്ട് നല്ല രീതിയിൽ തന്നെ കൂട്ടി നോക്കാം. ഇപ്പോൾ കാണണ്ടോ നിങ്ങൾ, ഈ കേട്ട സൗണ്ടാണ് ഏറ്റവും ഹൈ റേഞ്ചിൽ. ഇനി കുറച്ചും കൂടി നമ്മൾക്ക് കുറച്ച് ഓട്ടി വിട്ടിട്ട് നമ്മൾക്ക് നോക്കാം. ഇതാണ് ഏറ്റവും ഹൈ ലെവലായിട്ടുള്ള സൗണ്ട്. ഇനി കുറച്ച് നമ്മൾക്ക് ഞാൻ ആദ്യം വെച്ചാണ് മാക്സിമം. ഇനി ഒരു ലോ റേഞ്ചിൽ നമ്മൾക്ക് ലോയിൽ എത്ര വരും നമ്മൾക്ക് നോക്കാം. കണ്ടില്ലേ, ഇതാണ്. ഞാനിപ്പോൾ എൻ്റെ റൂമിൽ ഇരുന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം റൂമിൻ്റെ ഇതാണ്. അപ്പോൾ നിങ്ങൾ കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇതാണ് ഏറ്റവും ലോയിലായിട്ട് ഞാൻ ഒരു അത്യാവശ്യം ഒരു ലോയിൽ വെച്ച് നിങ്ങൾക്ക് സൗണ്ട് വേരിയൻസ് അറിയണ്ടോയെന്ന് അറിയില്ല. ഞാൻ കൂട്ടിയും കുറച്ച് ഒരുപക്ഷെ കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ യൂറോപ്യൻ ക്ലോസറ്റിൽ ഇരുന്നിട്ട് അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത്. കാരണം എന്തിലെന്ന് വെച്ചാൽ നമ്മൾക്ക് സ്പ്ലാഷ് പ്രൂഫ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അവർ വാട്ടർ പ്രൂഫ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾക്ക് ഏകദേശം സ്പ്ലാഷ് പ്രൂഫ് ആണോ നോക്കാൻ വേണ്ടി നമുക്ക് ഇത് വെച്ചുകൊണ്ട് നമുക്ക് അടിച്ച് നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. അറിയില്ല. ഇനി കേടുവെന്ന് പറഞ്ഞാൽ കേടുവെന്ന് പറഞ്ഞാൽ അവർ എടുക്കുമെന്നും കാര്യങ്ങളൊന്നും അറിയില്ല. നമ്മൾക്ക് എന്തായാലും കേടുവെന്ന് പറഞ്ഞാൽ ഫ്ലിപ്കാർട്ടിലേക്ക് റിട്ടേൺ അടിക്കും. ഒരു സ്പ്ലാഷ് പ്രൂഫ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫുള്ളായിട്ട് വെള്ളം അങ്ങോട്ട് അടിച്ചിറക്കാം. പാട്ട് വെച്ചിട്ട് നമ്മൾക്ക് എന്തായാലും ഇറക്കാം. ഒരുപക്ഷെ ഞാൻ പറഞ്ഞ പോലെ തന്നെ യൂറോപ്യൻ ക്ലോസറ്റിൽ ഇരുന്നിട്ട് ബ്ലൂടൂത്ത് സ്പീക്കർ അൺബോക്സിങ് ചെയ്യുന്ന കേരള ചരിത്രത്തിൽ ഞാൻ മാത്രമേ ആയിരിക്കും. അപ്പോൾ ഗായ്സ്, നമ്മളെ മിവിയുടെ ബ്ലൂടൂത്ത് സ്പീക്കർ നമ്മൾ യൂറോപ്യൻ ക്ലോസറ്റിൽ നമുക്ക് സ്പ്ലാഷ് പ്രൂഫ് ചെയ്ത് നോക്കാം. പാട്ട് വെക്കണം. ഞാൻ ഇനി പാട്ട് ആദ്യം പ്ലേ ചെയ്തിട്ട് ആദ്യം നിങ്ങൾ പിടിച്ചിട്ടുണ്ട്. ഇത് ഞാൻ കേരളത്തിൽ ആരും ഇതുവരെയായിട്ട് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല നല്ല കമൻറ്റിന് ഞാൻ പിൻ ചെയ്തിടാം, അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ യൂറോപ്യൻ ക്ലോസറ്റിലായിട്ട് നമ്മൾ സ്പ്ലാഷ് പ്രൂഫ് ചെയ്യാൻ പോകുന്നത് കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾക്ക് ആദ്യം പാട്ട് വെച്ച് തരാം. പാട്ട് നല്ല ഹൈ ക്വാളിറ്റിയിൽ വെക്കാം. അപ്പോൾ ഗായ്സ്, ഇത്ര നേരം നിങ്ങൾ കണ്ടിട്ടുണ്ടോ, നല്ല രീതിയിൽ തന്നെ ഞാൻ അടിച്ചിറക്കി, ഒരു പ്രശ്നമില്ല. ഒരിക്കൽ കൂടി പാട്ട് ഇപ്പോൾ ഞാൻ അടിച്ചിറക്കി കഴിഞ്ഞിട്ട് പാട്ട് നിങ്ങൾക്ക് പ്ലേ ചെയ്ത് തരാം. കണ്ടില്ലേ? ഗായ്സ്, ഇത്ര നേരം കണ്ടില്ലേ, ഞാൻ ശരിക്കും ഞങ്ങളെ കേട് വരും തന്നെ വിചാരിച്ചു. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം. പക്ഷേ ചെറിയൊരു കരകരപ്പ് വന്നോന്ന് ഇല്ലയോ എന്ന് എനിക്കും സംശയമുണ്ട്. നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഞാൻ പാട്ട് വെച്ചിട്ട് അടിച്ചു തരാം. അപ്പോൾ നിങ്ങൾ കണ്ടോ, കണ്ടില്ല ഗൈസ്? ആ വെള്ളം അടിച്ച് കഴിഞ്ഞ് പറഞ്ഞാൽ താനേ സൗണ്ട് കൂടിക്കൂടി വരിക. വെള്ളം അടിക്കുമ്പോൾ മാത്രം ചെറുതായിട്ടൊന്നും കുറവായി വരണ്ട. ഇനി നിങ്ങൾക്ക് ഞാനിപ്പോൾ കറക്റ്റ് പ്ലേ ചെയ്തിട്ട് പ്ലേ ആവുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്കും ഡൗട്ടുണ്ട്, എനിക്കും ഡൗട്ടുണ്ട്. ഇപ്പം ഞാൻ പ്ലേ കൊടുക്കാം. കണ്ടില്ലേ? ഫുൾ സൗണ്ടാണ്. ഇല്ല ഗൈസ്, ക്ലാരിറ്റിയും അതേപോലെ തന്നെ കിട്ടുന്നുണ്ട് ഗൈസ്. ഒരു കുഴപ്പമില്ല. ഞാൻ തന്നെ ശരിക്കും ഒന്ന് അത്ഭുതപ്പെട്ടു പോയി. അപ്പോൾ ഗൈസ്, നമ്മൾ ഔട്ട്ഡോറിൽ നമ്മുടെ ബാത്റൂമിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത്.
അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു പറഞ്ഞാൽ ചാനൽ മറക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൾസോ കമൻറ്റ് ബിലോ ഇത് പ്രോപ്പറായിട്ട് വെള്ളം അടിച്ച് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ തന്നെ ശരിക്കും ഒന്ന് അത്ഭുതപ്പെട്ടു പോയി. ഒരുപക്ഷെ കേട് വന്നു പോകും. കാരണം ഒരു 799 റുപ്പീസിനാണ് ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി മിവിയുടെ ബ്ലൂടൂത്ത് സ്പീക്കർ വരുന്നത്. ഞാൻ ശരിക്കും ഒന്ന് കേട് വന്ന് പോകുമെന്ന് പറഞ്ഞിട്ട്, പക്ഷേ അവർ കംപ്ലീറ്റ്ലി പറഞ്ഞത് സ്പ്ലാഷ് പ്രൂഫാണ്. വെള്ളം തെളിച്ചാൽ മാത്രമേ അതിൻ്റെ റെസിസ്റ്റൻസ് ഉണ്ടാവുള്ളൂ. കംപ്ലീറ്റ്ലി വാട്ടർ റെസിസ്റ്റൻസ് ആയിട്ട് ബോക്സിലും പറഞ്ഞിട്ടില്ല, അതിൻ്റെ സ്പെക്കിലും പറഞ്ഞിട്ടില്ല. സൂപ്പർബ് എന്ന് പറയാം ബ്ലൂടൂത്ത് സ്പീക്കർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടവരുടെ ചാനൽ മറക്കാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് ആൾസോ കമൻറ്റ് ബിലോ.